ഹായ്, ഡോക്ടർ റോബിൻ ലക്ഷ്മി ഇഷ്യൂ എന്താണ് ശരിക്കുള്ള പ്രശ്നം? ലക്ഷ്മി ഇൻസ്റ്റാഗ്രാമിൽ ഓരോരോ സ്റ്റോറിയാണ്. ഡോക്ടർ റോബിന്റെ കള്ളത്തരങ്ങൾ ഒളിച്ചെടുക്കുന്നു, ഡോക്ടർ റോബിൻ ഇപ്പൊ തീരും, നാളെ തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരോ സ്റ്റോറി ഇടുന്നു. അതായത് പണം വാങ്ങിച്ചിട്ടുണ്ട്, തിരിച്ചു തന്നിട്ടില്ല. അതുപോലെ ഡോക്ടർ റോബിന് BJP-യോടുള്ള സമീപനം, സ്വന്തം നേട്ടത്തിന് വേണ്ടിയാണ് BJP-യിൽ ചേർന്നത്. ഈ പറഞ്ഞ ലക്ഷ്മിയോടൊപ്പം വേറെ കുറച്ച് ആൾക്കാർ കൂടിയുണ്ട്. ഇന്ന് റോബിന്റെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. ഒരു കാര്യത്തിൽ ഡോക്ടർ റോബിന് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട്. അത് ഉള്ള കാര്യം തന്നെയാണ്. ഡോക്ടർ റോബിന്റെ ഏറ്റവും വലിയ മൈനസ് അതാണ്. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകളെ മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മ. തീർച്ചയായും അത് ഡോക്ടർ റോബിന് വലിയ വീഴ്ച തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ റോബിൻ പല ചതിക്കുഴിയിലും ചെന്ന് പെട്ടത്. ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞ് ഡോക്ടർ റോബിൻ പുറത്തിറങ്ങുന്നു. ഒരുപാട് ഫാൻ ബേസ് ഡോക്ടർ റോബിൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഡോക്ടർ റോബിന്റെ കൂടെ കുറച്ച് ആൾക്കാർ വന്നു ചേരുന്നത്. ഇവരൊരുമിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നു. അവര് പേഴ്സണലായിട്ട് പല കാര്യങ്ങളും സംസാരിക്കുന്നു. ഇത് മറ്റുള്ളവർ റെക്കോർഡ് ചെയ്യുമെന്നോ അത് തനിക്കെതിരെ തന്നെ ഉപയോഗിക്കുമെന്നോ ഡോക്ടർ റോബിൻ അറിയില്ലായിരുന്നു. അങ്ങനെ ഡോക്ടർ റോബിന് മുട്ടം പണി കിട്ടുന്നു. എല്ലാവരും കൂടി ഡോക്ടർ റോബിനെ അങ്ങ് തേച്ച് വെക്കുന്നു. ഡോക്ടർ റോബിന്റെ വോയിസ് എല്ലാം എടുത്ത് പുറത്തിടുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അപ്പോ ഒരു പണി കിട്ടിയാൽ തീർച്ചയായും പഠിക്കണം. അത് പഠിക്കാതെ പിന്നെയും പിന്നെയും ഇതേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണം. പിന്നെ എന്ത് കാര്യം എങ്ങനെ പറയണം എന്നുള്ളതും ചിന്തിക്കണം. അവർ ഏത് മൈൻഡിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം. അന്ന് പറ്റിയ അതേ അബദ്ധം തന്നെയാണ് ഇപ്പോഴും പറ്റിയിരിക്കുന്നത്. അവരെല്ലാവരും കൃത്യമായി ഡോക്ടർ റോബിൻ പറയുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്. അതായത് തെളിവുകൾ അവർ മുൻപേ ശേഖരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോ വേദലക്ഷ്മി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറി, അതായത് ഡോക്ടർ റോബിൻ BJP-ക്കെതിരെ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ വേദലക്ഷ്മി പങ്കുവച്ചതാണ്. അപ്പോ ഇങ്ങനൊരു കാര്യം ഒരാളോട് റോബിൻ പറയണമെങ്കിൽ അവരുമായിട്ട് നല്ല ബന്ധത്തിലായി. തീർച്ചയായും അങ്ങനെയുള്ളപ്പോഴല്ലേ അത് പറയുകയുള്ളൂ. അപ്പോ അത് റെക്കോർഡ് ചെയ്ത് വെക്കണമെങ്കിൽ അവരുടെ മെന്റാലിറ്റി, ചിന്താഗതി ഏത് രീതിയിൽ പോയിട്ടുണ്ടാവും. ഇവനിട്ട് പണിയണം എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുന്നത്. ഇപ്പോ ഈ പറയുന്ന വേദലക്ഷ്മിയും വേദലക്ഷ്മിയുടെ കൂടെയുള്ള ആൾക്കാരും ഓരോരോ എപ്പിസോഡുകളായിട്ട് ഡോക്ടർ റോബിനെ തീർക്കാനുള്ള പരിപാടിയാണ്. അതായത് ഡോക്ടർ റോബിന്റെ പ്രതിച്ഛായ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. എന്തിനു വേണ്ടി? പണം കൊടുക്കാനുള്ളതാണ് വിഷയമെങ്കിൽ എന്തിനു വേണ്ടി ഇത്തരം കാര്യങ്ങൾ പറയുന്നു? ഇവിടെ കൃത്യമായി ഡോക്ടർ റോബിൻ പറഞ്ഞൊരു കാര്യമുണ്ട്. തനിക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം, താൻ പലരോടും പൈസ കടമായി വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഡോക്ടർ പറയുന്നുണ്ട്. പക്ഷെ ഇവര് ചെയ്തിരിക്കുന്ന കാര്യം, ഡോക്ടർക്ക് പണം കൊടുക്കുമ്പോൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യും, അല്ലെങ്കിൽ വീഡിയോ അയച്ചു തരാൻ പറയും. താൻ ഇന്ന സമയത്ത് പണം വാങ്ങിച്ചു, ഇന്ന സമയത്ത് തരാമെന്ന് പറയുന്ന ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. ഈ റെക്കോർഡ് ഇവരുടെ കയ്യിലുണ്ടെന്നും ഡോക്ടർ റോബിൻ പറയും. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ്, ഇവരുടെ അക്കൗണ്ടിലേക്കല്ല പൈസ വാങ്ങുന്നത്. അതായത് ഡോക്ടർ റോബിൻ തിരിച്ചു കൊടുക്കുമ്പോൾ ഇവരുടെ അക്കൗണ്ടിലേക്കല്ല വാങ്ങുന്നത്, വേറൊരാളുടെ അക്കൗണ്ടിലേക്കാണ് എന്നുള്ളത്. ഒരു 500 രൂപ ഞാൻ ഡോക്ടർ റോബിന് കടം കൊടുക്കും. അതിനുശേഷം ഡോക്ടർ റോബിനോട് ഞാൻ 500 രൂപ ആവശ്യപ്പെടുന്നു. എന്നിട്ട് പറയുന്നു എന്റെ ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്ക് ആ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നു. ഡോക്ടർ റോബിൻ ആ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യും. തീർച്ചയായും അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഞാനാണ് ഡോക്ടർ റോബിന് പൈസ കൊടുത്തത്, ഞാൻ തന്നെയാണ് പറയുന്നത് ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യൂ എന്ന്. അപ്പോൾ അയാള് മറ്റേ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നീടാണ് കളി വരുന്നത്, എനിക്ക് പൈസ കിട്ടിയില്ല, ഞാൻ തന്ന പൈസ എനിക്കല്ലേ തരേണ്ടത്. ഡോക്ടർ റോബിൻ ഇന്ന് കൃത്യമായിട്ട് തെളിവുകൾ വെച്ച് സംസാരിക്കുന്നുണ്ട്. ഇന്ന അക്കൗണ്ടുകളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഈ അക്കൗണ്ടിലേക്കാണ് പൈസ ഇടാൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടത് എന്നൊക്കെ ഡോക്ടർ റോബിൻ പറയുന്നുണ്ട്. ഡോക്ടർ റോബിൻ ഇവർക്കെതിരെ 2 കേസുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇന്നലെയും മറ്റത് ജനുവരിയിലാണ്. ഈ 2 സമയത്തും ഇവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായില്ല. എന്തുകൊണ്ട്? ഇവര് പൈസ കൊടുത്തിട്ട് ഡോക്ടർ റോബിൻ തിരിച്ചു കൊടുക്കാത്തതാണ് വിഷയം. എന്നിട്ട് ഇവര് സോഷ്യൽ മീഡിയയിലൂടെ ഡോക്ടർ റോബിനെ നാറ്റിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ ഇതിനെതിരെയാണ് ഡോക്ടർ റോബിൻ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് പൈസ വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവര് ജെന്യുവനാണ് എന്നുണ്ടെങ്കിൽ ഇവര് കൃത്യമായിട്ട് സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുമല്ലോ, എന്നിട്ട് പൈസ വാങ്ങിച്ചെടുക്കുമല്ലോ. അപ്പൊ പൈസയല്ല വിഷയം, ഡോക്ടർ റോബിനെ നാറ്റിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ഡോക്ടർ റോബിൻ പ്രസ് മീറ്റിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ സംസാരിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കൃത്യമായിട്ടുള്ള പോയിന്റുകൾ നിർത്തി ഡോക്ടർ റോബിൻ സംസാരിച്ചു. ഡോക്ടർ റോബിന് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. പണം കടം വാങ്ങുന്നതും തിരിച്ചു കൊടുക്കുന്നതും അതൊന്നും വലിയ തെറ്റല്ല. ഓരോരുത്തർക്കും ഓരോ സാഹചര്യമാണ്. പല സമയങ്ങളിലും പല ആൾക്കാർക്കും പണത്തിന് ആവശ്യം വരും, കടമായി വാങ്ങും, തിരിച്ചു കൊടുക്കും.
പക്ഷെ അത് റെക്കോർഡ് ചെയ്ത് വെച്ച് മറ്റാളെ തകർക്കാനുള്ള ഒരു ആയുധമായിട്ട് കൊണ്ടു നടക്കുന്നത് വലിയ തെറ്റാണ്. ഈ ലക്ഷ്മി എന്താണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം അതാണ്. ലക്ഷ്മി എന്താണ് ഉദ്ദേശിക്കുന്നത്? BJPക്കെതിരെ ഡോക്ടർ റോബിൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ജനങ്ങളെ അറിയിക്കാനാണോ, അതോ താൻ കൊടുത്ത പൈസ തിരിച്ചു കിട്ടിയില്ല എന്ന് ജനങ്ങളെ അറിയിക്കാനോ? ഡോക്ടർ റോബിൻ പറയുന്നുണ്ട് ലക്ഷ്മി പൈസ തന്നിട്ടില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ, അതായത് ലക്ഷ്മി പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്ര രൂപ തന്നിട്ടുണ്ട്, എന്റെ അക്കൗണ്ടിലേക്ക് തിരിച്ച് ഈ പൈസ ഇടണം എന്ന് ലക്ഷ്മി പറയില്ലേ എന്നുള്ളതാണ് ഡോക്ടർ റോബിൻ ചോദിക്കുന്നത്. അതായത് ഇതൊരു കളിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഡോക്ടർ റോബിനെ കൊടുക്കാൻ മികച്ച രീതിയിൽ ഇവർ കളിക്കുന്നുണ്ട്. പല ആൾക്കാരും കാര്യമറിയാതെ ഡോക്ടർ റോബിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ BJPക്കെതിരെ ഡോക്ടർ റോബിൻ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ്. മുൻപ് എനിക്ക് BJP പാർട്ടി എന്താണെന്ന് എനിക്കറിയില്ല. എല്ലാവരും പറയുന്നതാണ് വർഗീയ പാർട്ടിയാണ് എന്ന്. ഞാൻ ആ രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. ഇപ്പോൾ എനിക്ക് ഇഷ്ടമാണ് BJPയിൽ തന്നെ പ്രവർത്തിക്കാനാണ് ഇഷ്ടം എന്നൊക്കെ ഡോക്ടർ റോബിൻ പറഞ്ഞു. ഇവിടെ എനിക്ക് മനസ്സിലായത് കൃത്യമായിട്ട് ഡോക്ടർ റോബിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, ഡോക്ടർ റോബിനെ കൊടുക്കാൻ ഇവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്നത്തെ പ്രസ് മീറ്റിൽ തന്നെ ഒരാൾ ഡോക്ടർ റോബിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. നിങ്ങളത് കേട്ടു നോക്കും. ക്വസ്റ്റ്യൻ ഒരു സെക്കൻഡേ. വേറെ സ്ത്രീയോ? ഇതൊന്നും കണ്ടു നോക്കൂ. ബ്രോ ഈ വ്യക്തി എങ്ങനെയെന്നറിയോ? ഈ വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സമയത്ത് ബ്രോ കേക്ക് ഞാൻ പറഞ്ഞത്, ഈ വ്യക്തിക്ക് വീഡിയോന്റെ കാര്യം പറഞ്ഞില്ല, 90,000 പറഞ്ഞ വീഡിയോ. ആ വീഡിയോ ഇപ്പൊ എങ്ങനെ ബ്രോ അറിഞ്ഞു? ഞാൻ ചോദിച്ചത്, ആ വ്യക്തി എന്റെ അടുത്ത് ആവശ്യപ്പെട്ട് ഞാൻ അയച്ചു കൊടുത്ത വീഡിയോ എന്റെ അടുത്ത് ആ വ്യക്തി എനിക്കിപ്പോ പ്രാന്തില്ലല്ലോ ഇങ്ങനെ പറഞ്ഞിട്ടൊരു വീഡിയോ എടുത്ത് അയച്ചു കൊടുത്ത് കാശുന്ന അയാൾ എന്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന, എനിക്കും ഈ അഭിദേവിനും അറിയാവുന്ന, പേഴ്സണലി അറിയാവുന്ന ആ ഒരു വീഡിയോ ബ്രോന് എങ്ങനെ അറിയാൻ പോകും? എങ്ങനെ അറിയാം? ആ പുള്ളിക്കാരന്റെ അച്ഛൻ വന്ന് പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ അല്ലേ? ആ പുള്ളിക്കാരൻ പറഞ്ഞു. ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ? എന്ന് വെച്ചാൽ എനിക്കും ആ വ്യക്തിക്കും അറിയാവുന്ന ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ടുള്ള അയച്ചു കൊടുത്തിട്ടുള്ള സംഭവം പുള്ളിക്കാരൻ അറിഞ്ഞിരിക്കുന്നു. എങ്ങനെ അറിഞ്ഞു പോകും? പറയൂ. അല്ല, അപ്പൊ അറിയുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ആ അഭിദേവന്റെ അച്ഛനായിരിക്കും വന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. മനസ്സിലായില്ലേ? മാത്രം ക്ലിയർ അറിഞ്ഞിട്ടുണ്ടോ? ഇതാണ് സംഭവം. അതായത് അവരെ സഹായിക്കുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയയിലുള്ള പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോ ഡോക്ടർ റോബിൻ പറഞ്ഞൊരു കാര്യം, അവർ തമ്മിൽ സംസാരിച്ച വിഷയം അല്ലെങ്കിൽ അവർ തമ്മിൽ ചെയ്ത വീഡിയോ എങ്ങനെ ഈ പുള്ളിയാണ്? തീർച്ചയായും ഡോക്ടർ റോബിൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ പുള്ളി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ വ്യക്തി അയാളുടെ ആളാണ്. അപ്പൊ ഇങ്ങനെ കുറെ ആളുകൾ ഇത്തരം വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഡോക്ടർ റോബിനെ മനഃപൂർവ്വമായിട്ട് നാറ്റിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം, ഡോക്ടർ റോബിൻ അവരോട് പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് ഡോക്ടർ റോബിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും പറയുന്നു. അതായത് അവരുടെ അക്കൗണ്ടിലേക്കല്ല, വേറൊരാളുടെ അക്കൗണ്ടിലേക്കാണ്. ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഡോക്ടർ റോബിൻ തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ്? പണത്തിന്റെ എല്ലാം ഇവിടെ വിഷയം. പണം സെക്കൻഡറി ആണ്. ഇവരുടെ വിഷയം ഡോക്ടർ റോബിനെ തകർക്കുക എന്നുള്ളത് തന്നെയാണ്. ഡോക്ടർ റോബിൻ കൃത്യമായി പറയുന്നു അവരുടെ ഭാഗത്താണ് ശരിയെങ്കിൽ എന്തുകൊണ്ട് അവർ പോലീസ് സ്റ്റേഷനിൽ വരുന്നില്ല? അവർക്ക് പറയാലോ ഞങ്ങൾ ഇത്ര പണം കൊടുത്തിട്ടുണ്ട്, തിരിച്ചു കിട്ടിയിട്ടില്ല എന്നവർക്ക് പറയാലോ. എന്തുകൊണ്ട് പറയുന്നില്ല? ഇപ്പൊ ഡോക്ടർ റോബിൻ BJPയിൽ ചേർന്നു എന്നുള്ളത് കൊണ്ട് ഡോക്ടർ റോബിനെ തകർക്കാൻ വേണ്ടി പല ആൾക്കാരും പലതും ചെയ്യുന്നുണ്ട്. പല കമന്റ്സുകളും ഇത്തരം ആൾക്കാരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുന്നത്. കാര്യങ്ങൾ അറിയാതെയാണ് പല ആൾക്കാരും കമന്റ്സുകൾ രേഖപ്പെടുത്തുന്നത്. ഇപ്പോ അഖിൽമാല ഒരു സ്റ്റോറി പങ്കുവച്ചിരിക്കുന്നു. അത് വേദലക്ഷ്മി ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് 10 ലക്ഷം ചോദിച്ചു, ഒരാഴ്ച കഴിഞ്ഞ് 11 ലക്ഷമായി തിരിച്ചു തരാം എന്നാണ് പറഞ്ഞത്. കൊടുത്തിരുന്നു എങ്കിൽ ഞാനും ഇപ്പോ പോലീസ് സ്റ്റേഷനിൽ നിന്നേനെ എന്നുണ്ട്. ഡോക്ടർ റോബിന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല, ഉദ്ദേശിച്ചത് ഡോക്ടർ റോബിനെ തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ്. അഖിൽമാരാർ പണം കൊടുത്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് അഖിൽമാരാർ ഇങ്ങനൊരു സ്റ്റോറി ഇട്ടു? ചോദിച്ചതുകൊണ്ട് മാത്രം ഒരാളെ കുറിച്ച് ഇങ്ങനൊരു സ്റ്റോറിന്റെ ആവശ്യമുണ്ടോ? അത് ഒരാളെ തകർക്കുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഇട്ടത്? ഡോക്ടർ റോബിന് കൂടി പൈസ കൊടുത്തിട്ടില്ല. അതായത് ഡോക്ടർ റോബിൻ തകരണം എന്ന് ആഗ്രഹിക്കുന്ന പല ആൾക്കാരും ഇവിടെയുണ്ട്. ഡോക്ടർ റോബിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു, ഞാൻ പല ആൾക്കാരോടും പണം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത്. ആ കൂട്ടത്തിൽ അഖിൽമാരാരോടും ചോദിച്ചു കാണും. അത് ഇപ്പൊ എടുത്തു വെച്ച് ഡോക്ടർ റോബിനെ
തകർക്കാൻ വേണ്ടി അഖിൽമാരാർ ഒരിക്കലും ശ്രമിക്കാൻ പാടില്ലായിരുന്നു. കാരണം ഇപ്പോൾ അഖിൽമാരാർക്ക് നല്ല സമയമാണ്. പുള്ളി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചതാണ്. ഇന്നത്തെ പ്രസ് മീറ്റ് തുടങ്ങുന്നതിന് മുൻപ് ഡോക്ടർ റോബിനെ കുറിച്ച് പല ആൾക്കാർക്കും പല അഭിപ്രായമായിരുന്നു. ഡോക്ടർ റോബിൻ പ്രസ് മീറ്റിൽ കൃത്യമായിട്ടുള്ള പോയിന്റുകൾ വേദലക്ഷ്മി അതുപോലെ അവരുടെ കൂടെയുള്ള ആൾക്കാരുടെ ഓരോ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു. അവരെ കുറിച്ചുള്ള എങ്ങനെയാണ്, എന്താണ്, എങ്ങനെയാണ് സാമ്പത്തിക ഇടപാട് ഡീൽ ചെയ്തത്, എങ്ങനെയാണ് എന്നുള്ളതെല്ലാം പറഞ്ഞു. ഇപ്പോ വേദലക്ഷ്മിയുടെ ഇൻസ്റ്റാ സ്റ്റോറിയെ കാണുമ്പോൾ ഒരു ഭീഷണിയുടെ സ്വരം അതിലുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എനിക്ക് എങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. എന്തായാലും കളികൾ നന്നായി നടക്കുന്നുണ്ട്. ഡോക്ടർ റോബിനെ ഇവരെന്തിനാണ് തകർക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ്. എന്താണ് എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. പണമാണ് വിഷയമെങ്കിൽ വേറെ പല വഴികളുണ്ടായിരുന്നു. പക്ഷെ ഇത് പണമല്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഡോക്ടർ റോബിൻ താങ്കളുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നില്ല. സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ താങ്കൾ വലിയ വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരു തെറ്റ് പറ്റിയതാണ്, വീണ്ടും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാളും നിങ്ങളെ പോലെ ആവില്ല. നേട്ടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും നിങ്ങളോടൊപ്പം നിൽക്കുന്നത് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണം. പക്കം കിട്ടുമ്പോൾ നിങ്ങൾക്കുള്ള പണി അവർ തരും. അതിനുവേണ്ടി അവർ പലതും സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.